എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ കാണുമ്പോൾ വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നും, വളരെ എളുപ്പമാണ്. ദ ഫോഴ്സ് ഇൻ പൗണ്ട് നീഡഡ് ടു കീപ്പ് എ കാർ ഫ്രം സ്കിഡിങ് ഓൺ എ കാർ വേരീസ് ഡയറക്ട്ലി വിത്ത് ദ വെയിറ്റ് ഓഫ് ദ കാർ ആൻഡ് ദ സ്ക്വയർ ഓഫ് ദ സ്പീഡ് ഇൻവേഴ്സ്ലി വിത്ത് ദ റേഡിയസ് ഓഫ് ദ കർവ്. സപ്പോസ് 6125 പൗണ്ട് ഫോഴ്സ് ഇത്രയും വെയിറ്റ് ഉള്ള ഒരു കാറിനെ ട്രാവലിംഗ് അറ്റ് എ സ്പീഡുണ്ട്, കർവിൻ്റെ റേഡിയസ് ഉണ്ട്. ഹൗ മച്ച് പൗണ്ട് ഫോഴ്സ് വേണം അടുത്തൊരു വെയിറ്റുള്ള ഇത്രയും സ്പീഡിൽ പോകുന്ന ഇത്ര റേഡിയസ് ഉള്ള ഒരു കർവിൽ. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് തന്നിട്ടുള്ള എന്താ, ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്കിഡിങ് ഓൺ എ കർവ് ഈസ് ഡയറക്ട്ലി വെയിറ്റ് ആൻഡ് സ്ക്വയർ ഓഫ് സ്പീഡിൻ്റെ സ്ക്വയർ ആൻഡ് ഇൻവേഴ്സ്ലി വിത്ത് റേഡിയസ്. അപ്പോൾ ഇൻവേഴ്സ്ലി ആകുമ്പോൾ ഡിവൈഡഡ് ബൈ റേഡിയസ്. അപ്പോൾ ഇതിനെ ഈ പ്രൊപ്പോർഷണാലിറ്റി സിമ്പിളിനെ മാറ്റാൻ നമ്മൾ ഈക്വൽ ടു കൊടുക്കും. അപ്പോൾ ഇത് ഈക്വൽ ടു കെ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഇത് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാം. കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എഴുതാം. ആ ഫോഴ്സ് എത്രയാണ്, 6125 ഇത്രയും ഫോഴ്സ് കെ ഇൻറ്റു വെയിറ്റ് എത്രയാണ്, 2750 ഇൻറ്റു സ്പീഡ് 35ആണ്. അപ്പോൾ 35ൻ്റെ സ്ക്വയർ വരും ഡിവൈഡഡ് ബൈ റേഡിയസ് എത്രയാണ്, 550. ഇതാണ് റേഡിയസ്. അപ്പോൾ ഇതാണ് കെ. ഇവിടെ നിന്ന് നമുക്ക് കിട്ടും, നമ്മളത് കണ്ടുപിടിക്കുന്നതൊന്നുമില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ, ഹൗ മച്ച് പൗണ്ട് ഫോഴ്സ്. അപ്പോൾ നമുക്ക് ആൻസർ എന്ന് പറഞ്ഞാൽ ഫോഴ്സാണ് വേണ്ടത്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, ട്രാവലിങ്ങിൻ്റെ സ്പീഡുണ്ട്. കെയുടെ വാല്യൂ നമുക്ക് ഇവിടുന്ന് കൊടുക്കാം. ഇവിടുന്ന് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, കെയുടെ വാല്യൂ എന്ത് കിട്ടും, 6125 ഇൻറ്റു 550 ഡിവൈഡഡ് ബൈ 275 ഇൻറ്റു 35 ഇതാണ് കെ ഇൻറ്റു ആ ഒരു വെയിറ്റ്. ഹൗ മച്ച്, ആ വെയിറ്റ് ഉണ്ട് 3600, സ്പീഡ് 50 ഉണ്ട്. അപ്പോൾ 50ൻ്റെ സ്ക്വയർ മേളിൽ വരും. അപ്പോൾ ഞാൻ ഇൻറ്റു 50ൻ്റെ സ്ക്വയർ മേളിൽ വരും. ഓക്കെ, അത് ഞാനിവിടെ 50ൻ്റെ സ്ക്വയർ വരും. റേഡിയസ് എത്രയാണ്, 750. അപ്പോൾ ഈ ഒരു വലിയ കാൽക്കുലേഷനാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റി സം അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. താഴെ എന്ത് വരും, ഇവിടെ 9, 5, 14. ഓക്കെ, ഇവിടെ കുഴപ്പമില്ല. ഇവിടെ 750 മാത്രമേ 3 ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം, 3നെ കളയുമ്പോൾ 250, 3 വെച്ച് കിട്ടുമ്പോൾ ഇവിടെ എന്ത് വരും, 1200. നമുക്ക് ഡിറ്റി സം അപ്ലൈ ചെയ്യാം. ഇവിടെ 7, ഇവിടെ 8 × 8 64, 1 ആണ്. 1 × 7 7. ഇവിടെ 12, 14, 5, 7, 5, 35. ഡിനോമിനേറ്റർ ഡിറ്റി സം 8 വരും. ഇപ്പോൾ മേളിൽ 8 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 8 ഇൻറ്റു സിമ്പിളായിട്ട് ഡിറ്റി സം അപ്ലൈ ചെയ്യാം. ഇവിടെ എന്ത് വരും, 9, 5 വരും. 8, 5, 44, 5, 5, 10, 1 ആണ്. ഇപ്പോൾ 4 തന്നെ 50, 2500, 7 ആണ്. 7, 4, 28, 1 ആണ്. പിന്നെ 12, അതായത് 3 വരും. ഡിറ്റി സം 3 വരും. ഇത് നോക്ക്, 6, 1, 7, 8 ഇതല്ല. 3, 4, 5, 9. ഒരിക്കലും 9 വരത്തില്ല, 3 വരത്തുള്ളൂ. 3, 5, 9 വരത്തില്ല. ബാക്കി ഇത് മാത്രമേ ഉള്ളൂ 3ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ളത്. ഓപ്ഷൻ ഡി 12000. അപ്പോൾ ഇത് കാൽക്കുലേഷൻ കുറച്ചുണ്ട്, അതിനനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മുടെ മെത്തേഡ് ചേഞ്ച് ചെയ്യണം. അങ്ങനെ ചെയ്താലേ സെറ്റ് ആവത്തുള്ളൂ. ഡിറ്റി സമ്മിൻ്റെ ക്ലാസ് ഇതിൻ്റെ കൂടെ പിൻ ചെയ്ത് വെച്ചേക്കാം, കണ്ട് പഠിക്കാം. ഓക്കെ.